പുറപ്പാട് അദ്ധ്യായം 7. യഹോവ മോശയോട് അരുളി ചെയ്തത്: നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം. നിന്റെ സഹോദരനായ അഹരോൻ ഇസ്രയേൽ മക്കളെ തന്റെ ദേശത്തു നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം. എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും. മിസ്രയീം ദേശത്ത് എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും വർദ്ധിപ്പിക്കും. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല. ഞാൻ മിസ്രയീമിന്മേൽ എൻ്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എൻ്റെ ഗണങ്ങളെ, എൻ്റെ ജനമായ ഇസ്രയേൽ മക്കളെ തന്നെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കൈ മിസ്രയീമിന്മേൽ നീട്ടി ഇസ്രയേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രയീമ്യർ അറിയും. മോശയും അഹരോനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ അങ്ങനെ തന്നെ ചെയ്തു. അവർ ഫറവോനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് 80 വയസ്സും അഹരോന് 83 വയസ്സും ആയിരുന്നു. യഹോവ മോശയോടും അഹരോനോടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പിൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട്, നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. അതൊരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രയീമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തൻ താന്താന്റെ വടി നിലത്തിട്ടു. അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്: ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല. രാവിലെ നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക. അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും. നീ അവനെ കാണുവാൻ നദീതീരത്ത് നിൽക്കണം. സർപ്പമായി തീർന്ന വടിയും കയ്യിലെടുത്തുകൊള്ളണം. അവനോട് പറയേണ്ടത് എന്തെന്നാൽ: മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു. നീയോ ഇതുവരെ കേട്ടില്ല. ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു. ഇതാ, എൻ്റെ കയ്യിലുള്ള വടികൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കും. അത് രക്തമായി തീരും. നദിയിലെ മത്സ്യം ചാകും, നദി നാറും. നദിയിലെ വെള്ളം കുടിപ്പാൻ മിസ്രയീമ്യർക്ക് അറപ്പ് തോന്നും. യഹോവ പിന്നെയും മോശയോട്, നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ: നിന്റെ വടിയെടുത്തിട്ട് മിസ്രയീമിലെ വെള്ളത്തിന്മേൽ, അവരുടെ നദി, പുഴ, കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കൈനീട്ടുക. അവ രക്തമായി തീരും. മിസ്രയീം ദേശത്ത് എല്ലായിടവും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടാകും എന്ന് കൽപ്പിച്ചു. മോശയും അഹരോനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവൻ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ വടി ഓങ്ങി നദിയിലുള്ള വെള്ളത്തിൽ അടിച്ചു. നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തീർന്നു. നദിയിലെ മത്സ്യം ചാകുകയും നദി നാറുകയും ചെയ്തു. നദിയിലെ വെള്ളം കുടിപ്പാൻ മിസ്രയീമ്യർക്ക് കഴിഞ്ഞില്ല. മിസ്രയീം ദേശത്തെല്ലായിടവും രക്തമുണ്ടായിരുന്നു. മിസ്രയീമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. ഫറവോൻ തിരിഞ്ഞ് തന്റെ അരമനയിലേക്ക് പോയി. ഇതും അവൻ ഗണ്യമാക്കിയില്ല. നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിവില്ലായ്ക കൊണ്ട് മിസ്രയീമ്യർ എല്ലാവരും കുടിപ്പാൻ വെള്ളത്തിനായി നദി അരികെയൊക്കെയും ഊലി കുഴിച്ചു.